നമസ്കാരം. പാകിസ്ഥാൻ ഭീകരരെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ ഓപ്പറേഷന്റെ വേളയിൽ അവസരം മുതലെടുത്ത് പാകിസ്ഥാനെ ആഭ്യന്തരമായി കുഴപ്പത്തിലാക്കി ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈനികരെയും നേരിട്ട് പാകിസ്ഥാനിൽ BLA മുന്നേറ്റം നടത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നാടകീയമായ നീക്കത്തിലൂടെ BLA ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റ പിടിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടിയായതോടെ പാക് സേന വലിയ സമ്മർദ്ദത്തിലും പെട്ടു. BLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് ദീർഘമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. വ്യാഴാഴ്ച പകലും BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിനിടെ BLA വൻ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. BLA വിമോചന സമരം ശക്തമാക്കിയതായിട്ടാണ് വിവരം. കഴിഞ്ഞ ദിവസം തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം BLA തടഞ്ഞിരുന്നു. തടവുകാരെ മോചിപ്പിച്ച ശേഷം 7 സൈനികരെ വധിക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് സൈനിക വാഹനത്തിന് നേരെ നടത്തിയ സ്ഫോടനത്തിൽ 20 സൈനികരെ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ BLA കൊറ്റയിൽ ആധിപത്യം സ്ഥാപിച്ചതായ വാർത്തയും പുറത്തു വരുന്നത്. ബലൂച്ച് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി പരിശ്രമിക്കുന്നുണ്ട്. BLAക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് പാക് സൈന്യം നടത്തിയിരുന്നത്. ബലൂച്ച് പോരാളികളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയോ ക്രൂരമായി ഉപദ്രവിക്കുകയോ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിരുന്നത്. സ്ത്രീകളെയും ഉപദ്രവിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാമുഖ്യം കിട്ടിയിരുന്നില്ല. ബലൂച്ച് ലിബറേഷൻ ആർമി പാക് ആർമി വാഹനം ബോംബ് വെച്ച് തകർത്തു എന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു. ആക്രമണത്തിൽ 12 പാക് സൈനികരായിരുന്നു മരിച്ചത്. റിമോട്ട് കൺട്രോൾ ബോംബ് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ പാക് സൈന്യത്തിനെതിരെ ശക്തമായ ആക്രമണം തുടരുകയാണ്. നേരത്തെ ബോലാൻ കെച്ച് മേഖലകളിൽ 14 പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിനിടയായ 2 വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു. BLAയുടെ ID ആക്രമണത്തിൽ പാക് സൈന്യത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡർ താരിഖ് ഇമ്രാനും സുബേദാർ ഉമർ ഫാറൂഖും മരിച്ചെന്നും റിപ്പോർട്ടുകൾ വന്നു. ആക്രമണത്തിൽ സൈന്യത്തിന്റെ വാഹനം പൂർണ്ണമായും തകർന്നിരുന്നു. അതേസമയം ഇന്ത്യയുടെ ആക്രമണത്തിനിടെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. ഷെഹബാസ് ഷെരീഫിന്റെയും പാക് സൈനിക മേധാവി അസീം മുനീറിന്റെയും വീടുകൾക്ക് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ലാഹോറിൽ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയതിനൊപ്പം പാക് തുറമുഖമായ കറാച്ചിയിൽ നാവികസേനയും ആക്രമണം നടത്തി. ഇതോടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയായിരുന്നു. നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്താണ് കറാച്ചിയിൽ ആക്രമണം നടത്തിയത്. അതിർത്തിയിലെ പാക് പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് കരസേനയും ആക്രമണം തുടങ്ങിയതായിട്ടാണ് വിവരം. അതിനിടെ പാകിസ്ഥാനിൽ സൈന്യത്തിനുള്ളിൽ അട്ടിമറിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സൈനിക മേധാവിയായ അസീം മുനീറിനെ സൈന്യം കസ്റ്റഡിയിലെടുത്തുവെന്നും അജ്ഞാതമായ ഇടത്തേക്ക് മാറ്റിയെന്നുമാണ് പാക് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാനിൽ നാടകീയമായ നീക്കത്തിലൂടെ BLA ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റ പിടിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതിനിടെ ആക്രമണങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ വ്യോമയാന സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇന്ത്യയിലുടനീളമുള്ള എല്ലാ വിമാന കമ്പനികളോടും സുരക്ഷാ പ്രോട്ടോകോളുകൾ മെച്ചപ്പെടുത്താൻ നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച രാത്രിയും പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണം തുടർന്നതിനെ തുടർന്നാണിത്. സുരക്ഷാ പരിശോധനകൾക്കായി കുറഞ്ഞത് 3 മണിക്കൂറുകൾക്ക് മുൻപ് വിമാനത്താവളങ്ങളിൽ എത്തണമെന്നും നിർദ്ദേശമുണ്ട്.